ഇപ്പം പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് യേശു അവളോട് ഇത് പറഞ്ഞപ്പം അവൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ വെള്ളം കുറച്ച് എനിക്ക് തരിക, വീണ്ടും ഞാൻ ഈ വെള്ളം കോരാൻ ഇവിടെ വരണ്ടല്ലോ. യേശു പറഞ്ഞു, ഓക്കെ, ഞാൻ വെള്ളം തരാം, പക്ഷേ നീ നിൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വരണം. ഒറ്റയ്ക്ക് വന്നാൽ വെള്ളം തരാൻ പറ്റിയല്ല. യു മസ്റ്റ് കം വിത്ത് യുവർ ഹസ്ബൻഡ്. നീ നിൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം വരണം. പ്രൈസ് ദി ലോർഡ്. അവൾ പറഞ്ഞു, ഇറ്റ്സ് നോട്ട് പോസിബിൾ, ഇത് സാധ്യമല്ല, എനിക്ക് ഭർത്താവില്ല. യേശു പറഞ്ഞു, നീ പറഞ്ഞത് സത്യമാണ്, നിനക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞത് സത്യമാണ്. എന്നാൽ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴും ഒരുവനുണ്ട്, അവനും നിന്റെ ഭർത്താവല്ല, ശരിയായിട്ടുള്ള ഭർത്താവ്. അതായത് ശരിക്കുള്ള ഭർത്താവല്ല, പിന്നെ എങ്ങനെയുള്ള ഭർത്താവാണ്? ഡ്യൂപ്ലിക്കേറ്റ് ഭർത്താക്കന്മാർ. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. അതായത് ഈ പെൺകുട്ടി ഒരിക്കലും ശരിയായ വിവാഹം കഴിച്ചിട്ടില്ല, പിന്നെയോ കൂടി താമസിച്ചു, ആരുടെയൊക്കെയോ കൂടെ പോയി കൂടി താമസിച്ചു. അങ്ങനെ അവള് 5 പേരുടെ കൂടെ താമസിച്ച് ഇപ്പോൾ 6ാമതൊരുവൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ പെൺകുട്ടി നല്ല പെൺകുട്ടിയാണോ മോശം പെൺകുട്ടിയാണോ? മോശമാണ്. അവൾ എങ്ങനെയാ ഈ മോശമായ ഈ പ്രവൃത്തി ചെയ്യാൻ ഇടയായത്? എങ്ങനെയാണ് അവള് ഈ മോശമായ പ്രവൃത്തി ചെയ്യാൻ ഇടയായതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവൾക്ക് കിട്ടേണ്ട സ്നേഹം, അവൾക്ക് കിട്ടേണ്ട അവളുടെ കുടുംബത്തിൽ നിന്ന് അവൾക്ക് കിട്ടിയിട്ടില്ല. അവളുടെ ചെറുപ്പം തൊട്ട് തന്നെ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ദുഃഖം, ഐ ആം നോട്ട് ലവ്ഡ് ഇനഫ്, ഞാൻ സ്നേഹിക്കപ്പെടുന്നില്ല, ഞാൻ സ്നേഹിക്കപ്പെടുന്നില്ല എന്ന ദുഃഖം അവളുടെ മനസ്സിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാതാപിതാക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, സ്വന്തം കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ടവരിൽ നിന്നും കിട്ടാതെ വന്നപ്പോൾ അത് അവളിൽ ഒരു ദുഃഖമായിട്ട് നിന്നു. ഇത്തരം ദുഃഖമുള്ള വ്യക്തികളെ സമൂഹത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം ദുഃഖമുള്ള മനുഷ്യർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, കിട്ടാത്ത സ്നേഹം എവിടുന്നെങ്കിലും കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതവർ ബോധപൂർവം ആഗ്രഹിക്കുന്നതല്ല, മറിച്ച് അവരുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ, അതായത് അബോധ മനസ്സിൻ്റെ അടിത്തട്ടിൽ, അബോധ മനസ്സിൽ അങ്ങനെയൊരു പ്രേരണ അവരിലുണ്ടാകും. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള ഏതൊരു മനുഷ്യൻ്റെയും, ഏതൊരു പുരുഷൻ്റെയും ഏതൊരു സ്ത്രീയുടെയും ജീവിതത്തിൽ സ്നേഹിക്കപ്പെടാത്തൊരവസ്ഥ കിടപ്പുണ്ടെങ്കിൽ, സ്നേഹിക്കപ്പെടാത്ത അവസ്ഥ മറ്റാരിൽ നിന്നെങ്കിലും ആ സ്നേഹം കിട്ടണമെന്ന ദാഹമായി അത് അവരുടെ പ്രവർത്തികളിൽ പുറത്തേക്ക് വരാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരിയേറെ പേര് തെറ്റായ സ്നേഹത്തിൻ്റെ പിന്നാലെ പോയി തെറ്റായി പ്രവർത്തിക്കുന്ന വ്യക്തികളെ നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പം നമ്മുടെ നാട്ടിൽ ആണെങ്കിൽ തന്നെ സ്കൂളുകളിലെ പിള്ളേർ 99% കുട്ടികളെയും നിങ്ങൾ എടുത്തു നോക്കിക്കോ, 99% കുട്ടികൾക്കും ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങളറിയാണ്ട് ചിലപ്പോൾ ഉണ്ടാകും. പിന്നെ പ്ലസ് ടു എല്ലാം പാസ്സായി കഴിയുമ്പോഴായിരിക്കും മോൻ ഒരു പെങ്കൊച്ചിനെയും കൊണ്ട് വന്നിട്ട് പറയും, ഇതെൻ്റെ ഗേൾ ഫ്രണ്ടാണ് മമ്മി എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പം ഇതിങ്ങനെ സാംക്രമിക രോഗം പോലെ പെരുകണതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? പണ്ടുണ്ടായിരുന്ന സ്നേഹബന്ധങ്ങൾ കുടുംബത്തിൽ കുറഞ്ഞു വരിക. കുടുംബത്തിൽ നിന്ന് അവർക്ക് ശരിയായ സ്നേഹം, ഹൃദയത്തിന് ആനന്ദം നൽകുന്ന സ്നേഹം കുടുംബത്തിൽ അനുഭവിക്കാതെ വരുമ്പോഴാണ് കുഞ്ഞുങ്ങൾ അവരുടെ കൗമാരകാലത്തിലെത്തുമ്പം ഈ തെറ്റായ പ്രേമങ്ങളിലേക്ക്
പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നത്. കാന്തം ഇരുമ്പിനെ ആകർഷിക്കണ പോലെ ഇതങ്ങ് ആകർഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.